നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ കാസർഗോഡിന്റെ മലയോര മേഖലയിൽ അനുഭവപ്പെട്ട മുഴക്കത്തിന്റെ പ്രഭവ കേന്ദ്രം അറബിക്കടലിൽ നിന്ന് എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. കോഴിക്കോട് ഭൂചലനം എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ജനം ഒന്നടങ്കം പരിഭ്രാന്തപ്പെട്ടു. അതിന്റെ പൂർണ്ണ കാരണം എന്താണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് ഇതിന്റെ കാരണം പറയുന്നത്. അറബിക്കടലിൽ ഉണ്ടായ ഒരു പ്രകമ്പനമാണ് ഇത്തരത്തിൽ കാസർഗോഡിന്റെ മലയോര മേഖലകളിൽ ഒരു ഭൂമി കുലുക്കം പോലെ അല്ലെങ്കിൽ ഒരു ചലനം പോലെ രൂപപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് അനുഭവപ്പെടാനുള്ള കാരണം എന്നാണ് ഇപ്പോൾ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിന് പടിഞ്ഞാറ് അറബിക്കടലിൽ സംഭവിച്ച 3 ചെറിയ ഭൂചലനങ്ങളുടെ ഭാഗമായാണ് കാസർഗോഡ് മുഴക്കവും ചെറിയ പ്രകമ്പനവും അനുഭവപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചു. കടലിൽ സംഭവിച്ചത് ചെറിയ ഭൂചലനമായതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അധികൃതർ അറിയിക്കുകയാണ്. ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിന്റെ പരിധിയിൽ വരുന്ന മേഖലകളിലാണ് നേരിയ പ്രകമ്പനവും മുഴക്കവും അനുഭവപ്പെട്ടത്. കോംടോം, ബേർലൂർ, അതുപോലെ തന്നെ വെസ്റ്റ് എളേരി, കിനാനൂർ, കരിന്തളം, ബണാൽ പഞ്ചായത്തുകളിലാണ് ഈ മുഴക്കം അനുഭവപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട്. മുഴക്കമുണ്ടായതിന് പിന്നാലെ തന്നെ വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതേസമയം സുനാമി മുന്നറിയിപ്പുകളോ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകളോ പുറപ്പെടുവിച്ചിട്ടില്ല എന്നും അത്തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം യാതൊന്നുമില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാവിലോടുകൂടിയാണ് ഇത്തരം വാർത്ത പുറത്തു വന്നത്. കാസർഗോഡ് നേരിയ ഭൂചലനം എന്നൊരു വാർത്ത. പക്ഷേ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്നടക്കമുള്ള ചോദ്യവും രാവിലെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇത്തരത്തിൽ അറബിക്കടലിൽ തുടർച്ചയായി ഉണ്ടായ 3 ഭൂകമ്പങ്ങളാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നു. ഏതായാലും ജനങ്ങൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു കാര്യങ്ങൾ. ഏതായാലും പൊതുജനങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യം ഏതായാലും ഇല്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്.